ഈ ക്ലാസ്സിൽ നമ്മൾ GST അല്ലെങ്കിൽ GCC VAT എന്ന സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിൻ്റെ ടാക്സ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് എന്നതാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് GST എന്ന സിസ്റ്റം അല്ലെങ്കിൽ VAT എന്ന സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ്, മൾട്ടി പോയിന്റ് ടാക്സ് സിസ്റ്റം, വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ അതിന് പറയാനുള്ള കാരണങ്ങൾ. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഓർമ്മിക്കുക, ഇതിൽ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുള്ളാണ്. എക്സാമ്പിൾ, GST അല്ലെങ്കിൽ വാറ്റിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് GST എന്ന സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്നതാണ്. 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാനുണ്ട്. ഒന്ന്, മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ, 4 സ്റ്റേജസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ മാനുഫാക്ചർ മുതൽ റീറ്റെയിലർ വരെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യും ആണല്ലോ. കൺസ്യൂമർ ഒരിക്കലും സെയിൽ ചെയ്യത്തില്ല, കൺസംഷനാണ് ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പെർ യൂണിറ്റിൻ്റെ മേലെ അവർ ചാർജ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്നത് 25% ഫിക്സഡ് ആണെന്ന് കരുതുക. അപ്പോൾ എല്ലാവർക്കും വരുന്ന സംശയമാണ്, പെർ യൂണിറ്റിൻ്റെ മേലെ ഹോൾസെയിലറുടെ മാർജിനും റീറ്റെയിലറുടെ മാർജിനും ഒരിക്കലും ഈക്വൽ ആവത്തില്ലല്ലോ. ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പക്ഷേ ഹോൾസെയിലർ 2% പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവർ 10% എടുക്കുന്നുണ്ടാവാം. എങ്ങനെയായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഈ 25 ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ കാൽക്കുലേഷൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കതിൽ പിന്നീട് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റിൽ വേരിയേഷൻ കൊണ്ടുവരാം. പിന്നെ 5% എന്ന ടാക്സാണ് ഞാനിപ്പം ഇവർ കൈമാറി വരുന്ന പ്രൊഡക്റ്റുകളുടെ മേലെ ഉള്ള ടാക്സ് 5 ആയിട്ട് കരുതുക. അത് 18 or 40 ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പം UAE നിങ്ങൾ പോവുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് 5% ആണ് അവിടെ ടാക്സ്. ഇപ്പോൾ 2 സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്, 5 വെച്ചിട്ട്. ഇനി ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാനുഫാക്ചർ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഔട്ട്സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല, ഇവരുടെ കയ്യിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കരുതുക. അപ്പോൾ ചോദിക്കുമല്ലോ നിങ്ങളല്ലേ, അങ്ങനെ ഉണ്ടാവത്തില്ലല്ലോ. ശരി, അതിൻ്റെ കാരണവും നമുക്കിതിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യണം, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, മാനുഫാക്ചർ കയ്യിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ലേബേഴ്സും മിഷൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് വരുമല്ലോ. ഇങ്ങനെ ഉണ്ടായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മേലെ 25% ഓഫ് പ്രോഫിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തു. എന്ന് വെച്ചാൽ കോസ്റ്റ് വിത്ത് പ്രോഫിറ്റ്, ആ റേറ്റാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. $400 എന്ന് വെച്ചാൽ കോസ്റ്റ് വിത്ത് പ്രോഫിറ്റ് ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന് ഹോൾസെയിലർക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ടാക്സ് ചാർജ് ചെയ്യണമല്ലോ. കാരണം GST ഓർ വാറ്റ് ഈസ് എ മൾട്ടി പോയിൻ്റ് ടാക്സ് സിസ്റ്റം. ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഓരോ പോയിന്റിൽ നിന്നും ടാക്സ് കളക്ഷൻ നടക്കണം, അത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഈ സിസ്റ്റത്തിൽ പറയുന്നത്. സെല്ലറാണ് അല്ലേ, സെയിൽ ചെയ്യുന്നവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കസ്റ്റമറായിട്ട് വരുന്നത് ആരാണ് എന്നത് ഇവിടെ ചോദ്യമില്ല. അത് രജിസ്റ്റേർഡ് ഡീലർ തന്നെയാവാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡീലർ ആവാം, നോർമൽ കൺസ്യൂമേഴ്സ് ആവാം, ഞാനും നിങ്ങളും ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ ആർക്കായാലും GST രജിസ്റ്റേർഡ് ആയ അല്ലെങ്കിൽ റെഗുലർ സ്കീം, അങ്ങനെ തന്നെ ഞാൻ പറയുന്നുണ്ട്, GST രജിസ്റ്റേർഡ് ആയ റെഗുലർ സ്കീമിൽപ്പെട്ട സ്ഥാപനങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് അവിടുന്ന് ചാർജ് ചെയ്യണം, അത് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യണം, ഈ 400 അതായത് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റിൻ്റെ മേലെയാണ് ഈ ടാക്സിന് വരിക. ഇവിടെ കൃത്യമായൊരു ഓർഡർ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് വിൽക്കുന്നതിനിടയിൽ CPT, കോസ്റ്റ് പ്രോഫിറ്റ് ടാക്സ് എന്ന ഓർഡറിലാണ് വരാൻ പാടുള്ളൂ. അതിൽ ഒരു മാറ്റവും വരുത്തിക്കരുത്. കോസ്റ്റിൻ്റെ മേലെ പ്രോഫിറ്റ് ചേർക്കുക, കോസ്റ്റ് വിത്ത് പ്രോഫിറ്റിൻ്റെ മേലെ ടാക്സ് ചാർജ് ചെയ്യുക. ഓക്കെ, അതിപ്പോഴും ഓർമ്മയിൽ വെക്കണേ, CPT. അങ്ങനെ കോസ്റ്റ് വിത്ത് പ്രോഫിറ്റിൻ്റെ മേലെ ഇവർ എന്ത് ചെയ്തു, അവർക്ക് അർഹതപ്പെട്ട പ്രോഫിറ്റ് കൂടി ചാർജ് ചെയ്തപ്പോൾ ടാക്സ് കൂടി ചാർജ് ചെയ്തു. അവരുടെ ഗവൺമെൻറ് പറഞ്ഞ ടാക്സ് കൂടി ചാർജ് ചെയ്തപ്പോൾ 420 rupees മാറി. അല്ലേ? അപ്പം 400-ൻ്റെ 5% 20 രൂപ, 400-ഉം 20-ഉം കൂടുമ്പോൾ 420 രൂപ. ഈ 420 അല്ലെങ്കിൽ 400 എന്നത്
നികുതി ഉൾപ്പെടെയുള്ള ആകെ തുക, ഇൻവോയ്സിൻ്റെ ടോട്ടൽ ഫിഗർ ആണ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ആണ് ഈ പറഞ്ഞ 420. ഇതിന് ആർക്ക് ലഭിച്ചു? ഹോൾസെയിലർക്ക് പ്രൊഡക്റ്റ് ലഭിച്ചു. ഇനി ഇവരുടെ അക്കൗണ്ട്സ് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ചോദ്യം മാനുഫാക്ചറിങ് കൺസേണിൻ്റെ ഇൻപുട്ട് ടാക്സ് എത്രയാണ്, ഹൗ മച്ച് അല്ല, എത്രയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ഇൻപുട്ട് ടാക്സ് എന്നത് 0 ആണെന്ന് പറയും. കാരണം ഇവരെന്ത് ചെയ്തിട്ടില്ല? പർച്ചേസ് എന്നൊരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടില്ല. പർച്ചേസ് ചെയ്താലല്ലേ ഇൻപുട്ട് ടാക്സ് വരത്തുള്ളൂ. ഇൻപുട്ട് ടാക്സിൻ്റെ നിർവചനം തന്നെ എന്താണ്? ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ് ടു ദ സപ്ലയർ എന്നാണ്. പർച്ചേസ് ഇല്ലാത്ത പക്ഷം ഇവിടെ ഇൻപുട്ട് ടാക്സ് ഇസ് ഈക്വൽ ടു 0. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ ഫ്രം ദി കസ്റ്റമർ. ഇയാളുടെ കസ്റ്റമർ ആരാണ്? ഹോൾസെയിലർ ആണല്ലോ. ആ കസ്റ്റമർ അടുത്ത് ടാക്സ് കളക്ട് ചെയ്തത് എത്രയാണ്? 20 റുപ്പീസാണ്. അപ്പോൾ ഇവ തമ്മിലെ ഡിഫറൻസ് പറയുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അക്കൗണ്ടിങ് പർപ്പസിന് നമ്മൾ GST അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഹെഡ് കൊണ്ടുപോയിടും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. 3B ഫയൽ ചെയ്യുമ്പോൾ ഈ എമൗണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ 20 റുപ്പീസ് എന്ത് ചെയ്തു? ഇവർ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തു. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്, അതായത് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അവിടത്തേക്ക് ആ എമൗണ്ട് എത്തിച്ചേരുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. എമൗണ്ട് അവിടെ നോട്ട് ചെയ്യുന്നില്ല. ഇവിടുന്ന് 20 റുപ്പീസ് ഗവൺമെൻറ്റിലേക്ക് പോയി. ഈ കാണുന്ന 20 റുപ്പീസ് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഓർമ്മിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹോൾസെയിലർ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് 420 റുപ്പീസിനാണ്. ആക്ച്വലി ടാക്സ് ലാബിൾ ആവുന്നത് ഇവരാണോ? അല്ല. ഇവരിപ്പോൾ ടാക്സ് കൊടുത്തു, പേ ചെയ്തു. പക്ഷേ ടാക്സിൻ്റെ ലാബിലിറ്റി എപ്പോഴും ആർക്കാണ്? അൾട്ടിമേറ്റഡ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർക്കാണ്. ഇവിടെയുള്ള ആളാണ് ടാക്സ് അടക്കേണ്ടത്. ഈ 420 റുപ്പീസിന് വാങ്ങിച്ച പ്രോഡക്റ്റ് ഇതിനെ നമ്മൾ ഇൻക്ലൂസീവ് ടാക്സ് എമൗണ്ട് എന്നാണ് പറയുന്നത്. ചില ബില്ലുകൾ ഇങ്ങനെ വരും, വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇൻക്ലൂസീവ് ടാക്സ് എമൗണ്ടിൽ നിന്ന് നമ്മൾ അക്കൗണ്ട്സിലേക്ക് എൻട്രി പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ക്ലൂസീവ് ടാക്സ് എമൗണ്ട് കാണണം. നികുതി ഇല്ലാത്ത തുക, ഉൾപ്പെടാത്ത തുക, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കണം ആ കമ്പനിക്കുണ്ടായ. GST രജിസ്റ്റേർഡ് ആയ റെഗുലർ സ്കീമിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് 420 കോസ്റ്റ് ആവത്തില്ല. കാരണം 20 റുപ്പീസ് എന്നത് ഇൻപുട്ട് ടാക്സ് ആണ്, അതൊരു അസറ്റാണ്. ബിക്കോസ് അത് നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അഥവാ പർച്ചേസ് കോസ്റ്റിൽ കാണിക്കുന്ന എമൗണ്ട് 400 ആണെന്ന് ഇവിടെ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഈ 400 നമുക്ക് കണ്ടുപിടിക്കാൻ നേരിട്ട് പറ്റത്തില്ല. ഇപ്പോൾ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടതുണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് ടാക്സ് നൽകിയിട്ടുണ്ട്, ടാക്സ് എത്രയാണെന്ന് അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് കാണാനും വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ് ഇൻക്ലൂസീവ് ടാക്സ് എമൗണ്ട്. എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കാം. ഇൻക്ലൂസീവ് ടാക്സ് എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ടാക്സ്. ഈ ഒരു ഫോർമുല ഇട്ടാലേ നമുക്ക് കോസ്റ്റിലേക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരത്തുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഡൗട്ടുള്ളവർ നേരിട്ട് ചോദിക്കുക. എന്ന് വെച്ചാൽ 420 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 105. ഇനി അത് 18% ടാക്സ് ഉള്ളതാണെങ്കിൽ 420 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 118 എന്ന രീതിയിൽ 100നോട് ടാക്സ് കൂടി ചാർജ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എത്രയാണ്? 400 റുപ്പീസാണ്. അങ്ങനെ ചെയ്താൽ നമുക്കത് കിട്ടത്തുള്ളൂ. കോസ്റ്റ് 400 ആണ്. ഇനി CPT ഫോർമാറ്റിൽ കോസ്റ്റായി. അടുത്തത് എന്താണ്? പ്രോഫിറ്റല്ലേ വരേണ്ടത്? CP അല്ലേ? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 400 ഇൻറ്റു 25% ഓഫ് പ്രോഫിറ്റ് എത്ര? 100 റുപ്പീസ്. അങ്ങനെ ഇവർക്ക് അർഹതപ്പെട്ട പ്രോഫിറ്റ് അവർ ആഡ് ചെയ്തപ്പോൾ 400ഉം 100ഉം കൂടി 500. ഈ 400 ഇവരുടെ കോസ്റ്റാണ്. 100 രൂപ മാത്രമേ ഇവർക്ക് ഇതിൽ ഈ ട്രാൻസാക്ഷന് ഗുണം ലഭിക്കുന്നുള്ളൂ അല്ലേ? അവർക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ 100 റുപ്പീസാണ്. ഇനി എന്ത് വേണം? ടാക്സ് ചാർജ് ചെയ്യണമല്ലോ. മൾട്ടി പോയിന്റ് ടാക്സ് സിസ്റ്റം അല്ലേ? സെയിൽ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും ടാക്സ് ചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവിടെ ടാക്സ് ചാർജ് ചെയ്യുന്നു. 500 ഇവിടെ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്? 500 എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഈ പറഞ്ഞ 500ൻ്റെ മേലെയാണ് ഇനി ടാക്സ് ചാർജ് ചെയ്യുക. അപ്പോൾ 500 ഇൻറ്റു 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 റുപ്പീസ് കിട്ടും. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അഥവാ ഇൻവോയ്സിൻ്റെ ടോട്ടൽ ഫിഗർ എന്നത് 525ലേക്ക് വന്നു ചേരും. ഓക്കെ. ഈ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ അക്കൗണ്ട്സ് റിപ്പോർട്ട് ചെയ്യണമല്ലോ. GSTR 1, 2, 3B ഒക്കെ ഫയൽ ചെയ്തിട്ട് വരണമല്ലോ. 2 ഫയൽ ചെയ്യാന്ന് പറയില്ലേ, 2 വെരിഫൈ ചെയ്യുന്നു, 3B. അപ്പോൾ ഇയാളുടെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്നത് 20 റുപ്പീസാണ്. എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയറിലേക്ക് പേ ചെയ്ത ടാക്സ് എമൗണ്ട് 20 റുപ്പീസാണ്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ എത്രയാണ്? 25 റുപ്പീസ്. ഈ റീറ്റെയിലറിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് 25 ആണ്. 25 റുപ്പീസും ഗവൺമെൻറ്റിലേക്ക് ഇയാൾ നൽകേണ്ടതില്ല എന്ന് നമുക്കറിയാം. ഇവ തമ്മിലെ ഡിഫറൻസ് ആയ 5 റുപ്പീസ് ഉണ്ടല്ലോ. ഇൻപുട്ട് ഇങ്ങനെയാണല്ലോ റീഫണ്ട് എടുക്കുക. ആ ടോട്ടൽ കളക്ഷനിൽ നിന്ന് ഇയാൾ അടച്ച എമൗണ്ട് അയാൾ എടുത്ത് വെച്ചിട്ട് ബാലൻസ് എമൗണ്ടായ 5 റുപ്പീസ് ഗവൺമെൻറ്റിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ടോട്ടലി ഗവൺമെൻറ്റിലേക്ക് എന്ത് എത്തി? ഇവിടുന്ന് ഒരു 20 രൂപ വന്നു, 5 രൂപ ഈ സെഷനിൽ നിന്ന് ഗവൺമെൻറ് കിട്ടി. പക്ഷേ കൺസ്യൂമറായ നമ്മൾ പ്രൊഡക്റ്റ് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നോക്കൂ, ഈ സിസ്റ്റത്തിൽ ഗവൺമെൻറ്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് ടാക്സ് വരും.
കൺസ്യൂമർ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് 100% ഓഫ് ടാക്സ് അടക്കുമല്ലോ അവസാനം, അതിനിടയിൽ 80% ഓഫ് ടാക്സ് ഗവൺമെൻറ് ലഭിച്ചായിരിക്കും. ഗവൺമെൻറ് ഫണ്ട് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതാണ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മൾ 5% ഫിക്സഡ് ആണ് എന്ന് അറിയാമല്ലോ ടാക്സ്. പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്തതിനേക്കാൾ കൂടുതൽ ടാക്സ് ഇവിടെ കളക്ട് ചെയ്യപ്പെട്ടല്ലോ. കാരണം എന്താണ്? ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ മേലോ സർവീസിൻ്റെയോ മേല മൂല്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടാക്സ് അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അതിനെ GST ഈസ് എ വാറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 100 rupees അല്ലേ പ്രോഫിറ്റ് ആഡ് ചെയ്തത്. ഈ 100 rupeesൻ്റെ 5% എന്ന എത്ര വരിക? 5 rupees അല്ലേ. അതാണ് ഇവിടെ അധികമായിട്ട് ഗവൺമെൻറ് ലഭിച്ചത്. ഇയാളിപ്പോൾ 50 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് 2 രൂപ മാത്രമേ ഇവിടെ അധികം ഗവൺമെൻറ് കിട്ടത്തുള്ളൂ. ഇയാൾ 200 രൂപയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്തതെങ്കിൽ അതിനനുസരിച്ചിട്ട് 10 രൂപ ഗവൺമെൻറ് കിട്ടും. അപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് വരുന്നത് ആ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നികുതി വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ വാല്യൂ ആഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും ഡൗട്ടുള്ളവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യും. ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഓരോ സ്ഥാനത്ത് നിന്ന് ഗവൺമെൻറ് കണക്ക് വാങ്ങിക്കുന്നത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം, എല്ലാ സ്ഥാപനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്തതിനേക്കാൾ കൂടുതൽ ടാക്സ് എന്തായാലും കളക്ട് ചെയ്യും. കാരണം പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടല്ലാണ്ട് വിൽക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈംസ് ടാക്സ് ചാർജ് ചെയ്ത് ഇങ്ങനെ കളക്ട് ചെയ്തത്. ഗവൺമെൻറ് ഓരോ സ്റ്റേജിൽ നിന്നും ടാക്സ് കിട്ടും. പണ്ട് KGST ആക്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലൊക്കെ, കേരള ജനറൽ സെയിൽസ് ടാക്സ്. അതിലൊക്കെ കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റി. ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വരുന്ന പ്രതിഭാസമായിരുന്നു. അത് ഒഴിവാക്കിയെടുക്കാൻ ഈ സിസ്റ്റത്തിനൊക്കെ പറ്റിയിട്ടുണ്ട്. ശരി, അതിലൊന്നും അധികം കടക്കുന്നില്ല. അങ്ങനെ 525 rupeesന് ഈ പ്രൊഡക്റ്റ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത് ആ സെയിം പ്രോസസ്സിൽ നിങ്ങളിത് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് സ്വയം ഇത് ചെയ്യിക്കുന്നത്. നിങ്ങൾ ചെയ്ത കറക്റ്റാണ് എങ്കിൽ ഈ ഒരു ഏരിയ കൺസ്യൂമറിലേക്ക് എത്തിച്ചേരുമ്പോൾ 656.25 പൈസ, 656.25 പൈസക്ക് ഇയാൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന രീതിയിലുണ്ടാവും. ഇയാൾ പേ ചെയ്ത മുഴുവൻ ടാക്സും ഗവൺമെൻറ്റിന് പല സ്റ്റേജിലൂടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഇതേ മെത്തേഡൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക. പേഴ്സണലായിട്ടൊന്ന് ഒന്നുകിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നത് കൂടിയാണ്. കൺസ്യൂമറുടെ അക്കൗണ്ട്സ് ഒരിക്കലും ചെയ്യേണ്ട, കാരണം ആൾ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിന്ന് റീഫണ്ട് കിട്ടുന്നതല്ല. ഇവിടം വരെ മാത്രമേ നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഇതോടുകൂടി നമ്മളിതിൻ്റെ 2 ക്ലാസ്സസ് ഫിനിഷ് ആവും. ഇനി നമ്മൾ ഈ 2 കാര്യങ്ങൾ റെക്കോർഡ് ക്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതുകൂടി പറയാം. നമുക്കിതിനെ പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യും അല്ലേ. ഇതിപ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലല്ലേ പറഞ്ഞത്. ഇത് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് GSTR 1 എന്താണ്, GSTR 2 എന്താണ്, അതിലുള്ള 2A and 2B ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 3B, പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങൾ QRMPs ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്ത് കമ്പനി രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. GSTR 1, 2, 3B ചെയ്ത് വരണം. ഇങ്ങനെയാണ് ട്രെയിനിങ് മുന്നോട്ട് പോവുക. അപ്പം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പിലേക്ക് ഇൻഫോം ചെയ്യുക. ഇനി അതല്ല പിന്നീടാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം മറ്റെന്തെങ്കിലും ഇനിയിപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ യൂസ് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഡൗട്ടുള്ളവരെ സംബന്ധിച്ചിട്ട്, വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയുണ്ടാവും. എന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനും ഉണ്ട്. ശരി.